ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 40-ാണ് കേട്ടോ. അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. എന്ത് പറയണം എന്നൊന്നും എനിക്കറിയുന്നില്ല. ഞാൻ വീഡിയോ ആക്കിയത് അങ്ങോട്ട് അപ്ലോഡ് ആക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ ദിവസത്തെ അതായത് ഇന്നലത്തെ ദിവസമാണ്, ചൊവ്വാഴ്ച ഇന്നലത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കാപ്പി ഉണ്ടാക്കാൻ കേട്ടോ, പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ 11 നല്ലതുപോലെ നടത്തിയതുകൊണ്ട് 40 അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേരൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തിനകത്തുള്ളവരെ മാത്രം വിളിച്ചിട്ട് നടത്തിയിട്ടുള്ള 40 പുട്ടിന് കറിയായിട്ടുള്ളത് തലേന്ന് വൈകിട്ട് കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ട്. അത് നമുക്ക് പുട്ടിനെടുക്കാം. കുറച്ചേ ഉള്ളൂ. പിന്നെ പഴമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിള്ളേർക്കും ഒക്കെ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും കാപ്പിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് പേർക്ക് മതി. അങ്ങനെ മാവൊക്കെ രാവിലെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിപ്പുട്ടാണ്, അരിമാവ് വെച്ചിട്ടുള്ളത്. അരിയും കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിലെ കുറച്ച് ഗോതമ്പും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു പുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുറ്റിയിലെ പുട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിരട്ടപ്പുട്ടാട്ടോ, നമ്മുടെ മറ്റേ സാധാരണ പുട്ടുകുടത്തിൽ വെക്കുന്ന വലിയ കുറ്റിയുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ആ പുട്ടുകുടം ശരിയല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ചിരട്ടപ്പുട്ടിലാണ് എന്നും പുട്ടുണ്ടാക്കി എടുക്കുന്നത്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചിരട്ടയിലെ പുട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പഴമുണ്ട്. കറി വേണമെന്നുള്ളവർക്ക് കറിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഇതങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ കാപ്പി ഉണ്ടാക്കൽ പരിപാടിയെല്ലാം അങ്ങ് നേരത്തെ തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിന് എന്നുണ്ടാക്കുന്നത് വെള്ളച്ചോറാണ് കേട്ടോ. വെറും ചോറും ബീഫ് കറിയും പിന്നെ ചിക്കൻ കറിയുണ്ട്, തോരൻ, പരിപ്പ്, പപ്പടം, അച്ചാർ, അങ്ങനെയാണേ. പുറത്തോട്ടാട്ടോ അടുപ്പ് കൂട്ടിയത്. കാരണം അത്രയും അരിയിടണമല്ലോ, അതുകൊണ്ട് പുറത്താണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വാപ്പയുടെ പെങ്ങളാണ് കേട്ടോ, ഒരേ ഒരു പെങ്ങൾ. പിന്നെ ഇത് എൻ്റെ ഇളയ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേരാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് മൂത്ത ആൾ, ഇവളെ ഏറ്റവും ഇളയ ആളാണ് കേട്ടോ. വീട്ടിലുള്ളത് നടുവത്ത ആളാണ്. അങ്ങനെ രാവിലത്തെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതേ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് കേട്ടോ, നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ബീഫ് കറി വെക്കാനൊക്കെയുള്ള ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പുറത്തിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അങ്ങനെ അതൊരു വൈബാണല്ലോ. അപ്പോൾ പിന്നെ ഉള്ളത് കപ്പയാട്ടോ, കപ്പയും ഉണ്ടായിരുന്നു.
പിന്നെ ഇതാരാന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ ആണോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടു കേട്ടോ. എൻ്റെ ഉമ്മ അല്ല. അത് നമ്മുടെ വീഡിയോ സ്ഥിരം കാണാത്ത ആരോ കമൻറ്റ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് വാപ്പുമ്മയാണ് കേട്ടോ. വാപ്പാടെ ഉമ്മയാണ്. പിന്നെ ഇപ്പോൾ കാണിച്ചത് വല്യപ്പാടെ ഭാര്യയാണ് കേട്ടോ, വല്യമ്മയാണ്. ഇത് കൊച്ചു മോളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചെറുതുകളെയും നിർത്തിയിട്ടൊരു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. ആരെയും നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒത്തിരി പേരുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എല്ലാവരെയും നമ്മൾ വീഡിയോയിലൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കണമെന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്നാലും അല്ലറ ചില്ലറ വീഡിയോ ആക്കി എടുത്തപ്പോഴത്തേക്കും അതങ്ങോട്ട് ഒന്നാക്കി അങ്ങോട്ട് അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതേ സവോളയൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ടേ. ഈ ഇരിക്കുന്നത് വാപ്പാടെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മായി ഞാൻ മുന്നേ തന്നെ നമ്മുടെ ആദ്യ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യമേ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ബീഫിലേക്കുള്ള പൊടികളെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനല്ല വെച്ചത്, വല്യമ്മയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ അവിടെ അരിയാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തോരന് വേണ്ടിയിട്ടാട്ടോ, എല്ലാം കൂടെ മിക്സാക്കി അരിഞ്ഞെടുക്കുകയാണ് തോരൻ. അതായത് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും കാബേജും സവോളയും എല്ലാം കൂടെ ഒക്കെ ഇട്ടിട്ടൊരു മിക്സ് ആക്കിയിട്ടുള്ള തോരനാണ് കേട്ടോ. പിന്നെ ഇത് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് കറിക്ക് വേണ്ടിയിട്ട്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ റെസിപ്പിയൊന്നും എടുത്തിട്ടില്ല. അപ്പോഴത്തേക്കും കറിയൊക്കെ എല്ലാം മസാലയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് പരിപ്പ് കറിയായിരുന്നു കേട്ടോ. പരിപ്പ് മിക്സിയിൽ ഇങ്ങനെ അടിക്കാതെ നമ്മളിങ്ങനെ കുക്കറിൽ നന്നായിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചെറുപയറൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അരങ്ങി ഉടച്ചെടുക്കത്തില്ല, നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. ഇത് ബീഫ് ഇല്ലല്ല. ഇതിനിടയ്ക്ക് ചിക്കൻ കറിയൊക്കെ അകത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിക്കാൻ വെച്ചതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ വ്ളോഗിൽ കാണിക്കുന്ന സംഭവങ്ങളായതുകൊണ്ടാണ് ഒന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. ബീഫ് കറിയും ചിക്കനും പരിപ്പ് കറിയും. ഇതിനിടയ്ക്ക് പരിപ്പ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അരപ്പൊക്കെ ഒഴിച്ചു, താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ നമ്മുടെ എല്ലാം കൂടെ മിക്സാക്കി പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ള തോരനും ഉണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല വറ്റി അടിപൊളിയായിട്ട് സെറ്റാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു ഓതാനായിട്ട്. ളുഹർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്.